നമസ്കാരം. പേഴ്സ്യൂ ഹാപ്പിനെസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിത് കുമാർ, AI പവർഡ് ബിസിനസ് കൺസൾട്ടൻ്റാണ്. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകം, ദ ഫൗണ്ടർ ഓഫ് പേഴ്സ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുവിളാകം. പേഴ്സ്യൂ ഹാപ്പിനെസ് എന്ന ചാനലിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ നിന്ന് മെൻ്റൽ സ്റ്റിഗ്മ അഥവാ മനോരോഗത്തിനോടുള്ള ഒരു നാണക്കേട് ആ സമൂഹത്തിൽ നിന്ന് മാറ്റുക, അതുകൊണ്ട് പുതിയൊരു സമൂഹത്തിനെ വളർത്തിയെടുക്കുക, മെച്ചപ്പെട്ട ലോകം ഉണ്ടാക്കുക. അതാണ് ഈ ചാനലിൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഡോക്ടർ ശ്രീജിത്ത്, ടെൽ മീ. നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ബന്ധങ്ങളെ കുറിച്ചായാലോ? ഓക്കെ, റിലേഷൻഷിപ്സിലുള്ള പ്രോബ്ലംസ്. അതിപ്പം റൊമാൻറ്റിക് റിലേഷൻസ് ആവാം, മാരേജ് റിലേഷൻസ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണല്ലോ ഡോക്ടർ. മാരേജ് റിലേഷൻസ് ആവാം, എന്തായാലും ഇപ്പം ഫ്രണ്ട്ഷിപ്സ് ആവാം, ഫാമിലിക്കകത്ത് തന്നെ. ഇപ്പം എനി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫാമിലിക്കകത്ത് തന്നെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസും ആകാം. പേരൻസ് അവരുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, കുട്ടികൾ പേരൻസിനോട് എങ്ങനെ പെരുമാറുന്നു, ഭർത്താവും ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലേ? ഡോക്ടറിന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിലാണോ ഒരുപാട് പേഷ്യൻസ് വരുന്നത്? തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ടും മാരേജ് റിലേറ്റഡ് ആണ്. മാരേജ് റിലേഷൻഷിപ്പിലുള്ള മാരേജ് സംബന്ധമായ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. നമുക്ക് എന്നാൽ ഈ എപ്പിസോഡ് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഹൗ ടു മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ്. എങ്ങനെ ഒരു നല്ല ഫ്രണ്ട് ആവാം, എങ്ങനെ ഒരു നല്ല അച്ഛനാവാം, അമ്മയാവാം, മകനാവാം, മകളാകാം, അല്ലെങ്കിൽ ഒരു ലവറാകാം, എങ്ങനെ ഒരു നല്ല ഹസ്ബൻഡ് ആവാം, ഭാര്യ ആവാം. ഇതിനെപ്പറ്റിയൊന്ന് നമുക്ക് പ്രതിപാദിച്ചാലോ? ഓക്കെ, എന്നോടിപ്പം എങ്ങനെ ഇത് പറയും? ഒറ്റ സെന്റൻസിൽ പറയാൻ എന്നോട് പറഞ്ഞാൽ, ഒരു സെന്റൻസിൽ എല്ലാ റിലേഷൻഷിപ്പും തമ്മിൽ ഓക്കെ ആകാൻ ഒറ്റ കാര്യം. എന്താണ് ഒറ്റ കാര്യം? പറയൂ. ബഹുമാനം. ഓക്കെ, ഐ അഗ്രി, 100% ഐ അഗ്രി. മ്യൂച്വൽ റെസ്പെക്ട്. ഈ ബഹുമാനം പോകുന്നതാണ് പ്രധാനമായിട്ടും. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഇത് പുറത്തുള്ളവരോട് പെരുമാറുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നു, വീടിനകത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രധാനമായിട്ടും കാര്യം എന്താ? ബഹുമാനം മാറിയിട്ട്. ഇപ്പം നമ്മുടെ നാട്ടില് ഒരു പൊതുവെ ഉള്ളൊരു വിശ്വാസമുണ്ട്, പരസ്പരം ബഹുമാനം കാണിക്കുന്നത് അടുപ്പക്കുറവുള്ളവർ തമ്മിലാണ്, ഇല്ലേ? അടുപ്പമുണ്ടെങ്കിൽ ബഹുമാനത്തിന്റെ ആവശ്യമില്ല. പരസ്പരം ബഹുമാനിച്ച് പെരുമാറുകയാണെങ്കിൽ അത് അവർ തമ്മിൽ ഒരു ഇന്റിമസി കുറവാണ് എന്നൊരു വിശ്വാസം ഉണ്ട്, അല്ലേ? ശരിയല്ലേ? പരസ്പരം പ്ലീസ് അല്ലെങ്കിൽ സോറി പറയുന്നത് നമ്മുടെ നാട്ടിൽ ആർക്കും ചെയ്യാറില്ല, അല്ലേ? ഇപ്പം വീട്ടില് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്ലീസ് പറയാറുണ്ടോ, സോറി പറയാറുണ്ടോ? എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാന്റഡ് അല്ലേ? അതെ, അത് ആ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണ് റെസ്പെക്ട് ഇല്ലായ്മ ഉണ്ടാവുന്നത്. അവിടെ എനിക്കൊന്നും അതാണ് തോന്നുന്നു, ഒരു നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും തമ്മിലുള്ള വലിയ ഡിഫറൻസ് ആണ്. ഇപ്പൊ ഈസ്റ്റേൺ വെസ്റ്റേൺ ഒന്നും ഇല്ല ഡോക്ടർ, എല്ലാവരും വെസ്റ്റേണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പുതിയ ജനറേഷൻ അങ്ങനെയാണ്. ഡോക്ടറിന്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിൽ ഡോക്ടർ ഫ്രണ്ട്ഷിപ്പ് കേസസ് ഒന്നും കേട്ടാണല്ലോ. അങ്ങനെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് ഇങ്ങനെ വളരെ കുറവാണ്. ഉണ്ടാകാറുണ്ട്. ഇതിപ്പം അതായത് ഇപ്പം ആ റിലേഷൻഷിപ്പ് പ്രശ്നം കൊണ്ട് വരുന്നു എന്നല്ല, അത് കാരണം ഉണ്ടാകുന്നൊരു ഉറക്കക്കുറവ്, ഡിപ്രഷൻ, സംസാരിച്ചു വരുമ്പോൾ ഒരു ലവറുമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇപ്പം ഇദ്ദേഹം ഒരു ലവർ ഫോൺ എടുത്തില്ലെങ്കിൽ മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ഉറക്കക്കുറവ് ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല പോയിന്റ് ആണ്. ഇപ്പം ഒരാളെ ഫോൺ വിളിച്ചു, ഫോൺ എടുത്തില്ല, ഉറക്കം പോയി, മറ്റേ ആൾക്ക് ടെൻഷൻ വരുന്നു. അതൊരു വളരെ ഒരു കോമൺ സിനേറിയോ ആണ്. ഇപ്പം റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വളരെ കോമൺ സിനേറിയോ. അതെന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? അത് ഒരാളെ നമ്മൾ ഫോൺ ചെയ്തു, നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി, ആ എക്സ്പെക്റ്റേഷനാണ് ഇവിടെ പ്രശ്നം, അല്ലേ? എക്സ്പെക്ട് ചെയ്യുന്നു. ആ ഫോൺ വിളിച്ചയാൾ
മറ്റേ ആള് ഇന്ന രീതിയിൽ പെരുമാറും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതേസമയം മറ്റേ ആള് ബിസി ആകാം, മറ്റേ ആള് ഏതെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവാം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു 2-3 ടൈപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു സംശയരോഗം കൂടെ വരത്തില്ലേ ഡോക്ടർ? ഇതിന്നത് ഇങ്ങനെയൊന്നും സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ ഫോൺ ചെയ്തു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ആള് ഫോൺ എടുക്കും. എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഈ മാലപ്പടക്കം എന്ന് പറയുന്നത് ചിന്തയുടെ മാലപ്പടക്കം, ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്ത. അപ്പം ആ എടുക്കാത്തത് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, അതാണ് ആദ്യത്തെ ചിന്ത. അപ്പം എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ട് എടുത്തില്ല, പണ്ട് എന്നെ ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഇന്ന് ഇപ്പൊ എനിക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അല്ലെ, വേറെ ആരോടെങ്കിലും. അതപ്പം ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് പോയി അങ്ങനെ ഇപ്പൊ ഇനിയും എന്നോട് ഒരിക്കലും മിണ്ടത്തില്ലായിരിക്കും. ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലേ? ആ ചിന്ത കണക്ട് ചെയ്ത് പോയിട്ട് അവസാനം ഓരോ ചിന്ത കണക്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് ടെൻഷൻ ഇങ്ങനെ കൂടി വന്ന് അത് തിരിച്ച് പ്രതികരിക്കുന്നു. അപ്പൊ ശരിക്കും മനസ്സാണ് നമ്മുടെ ശത്രു, മനസ്സാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സ് ശത്രുവുമാകാം മിത്രവുമാകാം, അല്ലേ? അത് മനസ്സിനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ്, അല്ലേ? മനസ്സിനെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് മനസ്സ് നമ്മുടെ ശത്രുവാകാം, മിത്രമാകാം, രക്ഷകർത്താവാകാം, നമ്മുടെ വഴികാട്ടിയാവാം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് മനസ്സ് സ്റ്റിയറിംഗ് വീലാണെന്ന്, അല്ലേ? അത് ഏത് രീതിയിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിന് ആ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച്. മിത്രമാക്കി ഒരു വഴികാട്ടിയാക്കുവാണെങ്കിൽ അതിനെക്കാട്ടും നല്ല വേറൊന്നും ഇല്ലെന്നാണ്. തീർച്ചയായിട്ടും അത് മനസ്സ് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിനെ വഴികാട്ടിയാണോ, അല്ലേ? പക്ഷെ ഡോക്ടർ, ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു ഒരുപാട് മാനസിക രോഗങ്ങളെ പറ്റി. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതി വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പൊ ഇങ്ങനൊരു ഫോൺ എടുക്കാത്ത രീതി വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ മനസ്സ് ഓൾറെഡി ഇത്ര ഡെലിക്കേറ്റ് ആണെങ്കിൽ പുള്ളി ചിന്തിക്കുന്ന ചിന്തയും ആ രീതിയിലുള്ള ചിന്തയായിരിക്കും. അതിന്ന് ഡോക്ടർ പറഞ്ഞ ഒരു ചിന്തയുടെ മാലപ്പടക്കം തന്നെ ആയി അതൊരു സംശയത്തിലോട്ട് പോയി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോ ഇപ്പം എന്തുകൊണ്ട് ഒരാൾ ഫോൺ എടുക്കുന്നില്ല? ഇപ്പം മനുഷ്യര് പ്രധാനമായിട്ടും പല രീതിയിലുള്ളവരുണ്ട്. ഇപ്പോൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നവരുമുണ്ട്. അതേസമയം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാള് വേറൊരാളെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ആ ആള് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഫോൺ കോൾ എടുക്കും. അതേസമയം മറ്റേ ആൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ആ ആള് ചെയ്തു തീർക്കാനുള്ള, അതായത് അദ്ദേഹത്തിന്റെ എംപ്ലോയർ കുറച്ച് ഡ്യൂട്ടീസ് കൊടുത്തു, അത് ചെയ്തു തീർത്ത് എംപ്ലോയർ എന്ത് വിചാരിക്കും? ചെയ്തു തീർത്തില്ലെങ്കിൽ എംപ്ലോയർ എന്ന് വിചാരിക്കും. അതേസമയം മറ്റേ ആള് എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളോട് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ആ കോള് പിന്നെ എടുക്കാം. അതേസമയം എൻ്റെ മേലുദ്യോഗസ്ഥന് അത് പറഞ്ഞാൽ മനസ്സിലാത്ത മേലുദ്യോഗസ്ഥന് അത് പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന് ഇംപ്രഷൻ ഉണ്ടാക്കണം. അതിനാണ് കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അത് ചെയ്ത് തീർത്തിട്ട് ഞാൻ മറ്റേ ആളെ വിളിച്ച് പറയാം. അതേസമയം മറ്റേ ആള് പ്രാധാന്യം കൊടുക്കുന്നത് വേറൊരാളാണെങ്കിൽ എൻ്റെ ബിലവേഡ് ആയിട്ടുള്ള ആൾ വിളിക്കുന്ന കോളിനാണ് എനിക്ക് കൂടുതൽ പ്രാധാന്യം. അതെ, എൻ്റെ ടാസ്ക് ഞാൻ പിന്നെ ചെയ്യാം, അല്ലേ? അപ്പൊ ഇത് ഏതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ച് ബന്ധങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതോ ചെയ്തു തീർക്കേണ്ട ടാസ്കുകൾക്കാണോ കൂടുതൽ പ്രാധാന്യം? അത് ഓരോരുത്തരുടെ വ്യക്തിത്വം പോലിരിക്കും, അല്ലേ? ചിലർക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു തീർത്തില്ലെങ്കിൽ അവർക്ക് ടെൻഷനാണ്. ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു സ്നേഹിക്കുന്ന കമിതാക്കൾ അവർ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടുള്ള ആ ഒരു സ്പാർക്ക് അവർ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഡിസ്കണക്ട് ആയി കഴിയാൻ പ്രശ്നമാണ്. പക്ഷെ വൺസ് ദേ ആർ മാരീഡ്, അപ്പോൾ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവില്ലേ ബോത്ത് ഓഫ് ദം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ വർക്ക് അതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതേ സമയം ഒരാൾ പണ്ടത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരിക്കും ഈ ഫോൺ ചെയ്യുന്നത്. എന്നെ എപ്പോഴും ഫോൺ എടുക്കാത്ത ഒരാൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോവുകയാണെങ്കിലോ? ഇപ്പോൾ ഇതിൻ്റെ അകത്തും ആളുകളുടെ പേഴ്സണാലിറ്റി നേച്ചറാണ് പല കാര്യത്തിലും. ഇപ്പം ചില
പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണലി തിങ്കിങ് ആളുകളുമുണ്ട്, ലോജിക്കലി തിങ്കിങ് ആളുകളുമുണ്ട്. ഈ ഇമോഷണൽ ഓറിയന്റേഷൻ ഓഫ് തിങ്കിങ് ഉള്ളവർക്ക് അവർക്ക് കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന റൊമാൻറ്റിക് സമയത്തുണ്ടായിരുന്ന അതേ റൊമാൻസ് തന്നെ കല്യാണത്തിന് ശേഷവും തുടർന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ള അവർ ആ ഒരു സ്റ്റൈലിൽ പോകും. അതേസമയം കുറച്ച് ലോജിക്കലി ഓറിയന്റഡ് ആളുകളാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആ റൊമാൻറ്റിക് സമയത്ത് ഒരു പർട്ടിക്കുലർ റൊമാൻസോട് കൂടി പെരുമാറും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അവരൊരു രക്ഷകർത്താവിന്റെ റോളിലേക്ക് മാറാറുണ്ട്, അല്ലേ? ആ ഒരു റൊമാൻറ്റിക് റോള് മാറിയിട്ട് അവരൊരു പാരന്റ് റോളിലേക്ക് മാറി, ഒരു പ്രൊട്ടക്ഷൻ റോളിലേക്ക് മാറി. അപ്പം അവരുടെ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രകടനങ്ങൾ കുറയുന്നു, ഒരു എക്സ്പ്രഷൻസ് കുറയുന്നു. അപ്പം പ്രശ്നം എന്താ? മറ്റേ ആളെന്നെ തെറ്റിദ്ധരിക്കുന്നു, അല്ലേ? ഇപ്പം റൊമാൻറ്റിക് ആയിരുന്ന കാലത്ത് എന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, അതേസമയം കല്യാണത്തിന് ശേഷം എന്നെ കുറിച്ച് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വരുന്നു, എന്നോട് റൊമാൻറ്റിക് എക്സ്പ്രഷൻസ് ഇല്ല, എന്നോടുള്ള സ്നേഹം കുറഞ്ഞു, അല്ലേ? അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ കല്യാണത്തിന് മുമ്പ് ഒരു സ്വഭാവ രീതി, കല്യാണത്തിന് പിന്നീട് അവർ തമ്മിലുള്ള കണക്ഷൻസിന് വരെ. പിന്നെ വേറൊരു കാര്യം, കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ പറയുമല്ലോ, ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്, പിന്നെ അല്ലേ, പിന്നെ കൂൾ ഡൗൺ പീരീഡ് ഉണ്ട്, പിന്നെ ഒരു ഫൈറ്റിംഗ് സ്റ്റേജ് ഉണ്ട്, അല്ലേ? ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവുന്നൊരു നേച്ചർ ഉണ്ട്, അല്ലേ? അതായത് ഏത് ബന്ധങ്ങളിലും, ഇപ്പൊ കല്യാണത്തിനാണെങ്കിലും ആദ്യത്തെ കുറച്ച് നാൾ പരസ്പരം ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പരസ്പരം ഇംപ്രസ് ചെയ്യാനുള്ള പെരുമാറ്റങ്ങൾ വരും. കുറച്ചു നാൾ കഴിയുമ്പോൾ ആ ഇംപ്രസ് ചെയ്യുന്ന ഒരു അവരവരുടെ രീതിയിൽ പെരുമാറി തുടങ്ങും. മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ്ലി, അല്ലേ, ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ റെസ്പെക്ട് പോകുന്ന രീതിയിലോ ഉള്ള പെരുമാറ്റത്തിലേക്ക് പോട്ടെ ഡോക്ടർ. നമ്മുടെ ഇപ്പോൾ ട്രെൻഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏതോ ട്രെൻഡ് വായിച്ചപ്പോഴത്തേക്കും ഈവൻ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു ഫോർവേഡാണ്, ഒരു ലേഡി എന്നെ പറയുന്നുണ്ടായിരുന്നു, ഡൈവേഴ്സ് റേറ്റ്സ് ആർ ത്രൂ ദ റൂഫ് എന്ന്. അപ്പോൾ ഇന്ത്യയിലെ ഡൈവേഴ്സ് റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് അറ്റ് പാർ വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. മറ്റേ US ആണെങ്കിൽ ഡൈവേഴ്സ് 1% മാരി ചെയ്ത് അത് നെക്സ്റ്റ് ഡേ അതിന് ഡൈവേഴ്സ് ചെയ്ത് മൂന്നാമത്തെ, അങ്ങനെ ഒരു കൾച്ചറാണ് വെസ്റ്റിലോട്ടുള്ളത്. ആ സെയിം തിങ്, ബട്ട് റൈറ്റ് നൗ ദ പാരഡൈം ഈസ് ഷിഫ്റ്റിംഗ്. ഈ ഡൈവേഴ്സ് ആയ ആൾക്കാർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു ബി അലോൺ ആൻഡ് ഫ്രീ, വാണ്ട് ടു എൻജോയ് ലൈഫ്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഡോക്ടറിന് കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ പണ്ടായിരുന്നെങ്കിൽ ഇതെന്തുകൊണ്ട് ഡൈവോഴ്സ് റേറ്റ്സ് കൂടുന്നു എന്നുള്ളത് ഒരു ചോദ്യം. പണ്ടായിരുന്നെങ്കിൽ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ. ഇപ്പോഴും മാതാപിതാക്കൾ പല ന്യൂ ജനറേഷൻ കല്യാണം കഴിച്ചവരോട് ചോദിക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, അല്ലേ? തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരും, പക്ഷെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കുറവാണ്, അല്ലേ? അവരവർക്ക് മറ്റുള്ള ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വേണ്ട ഇത്, അല്ലേ, അസ്വസ്ഥതകൾ അത് കാരണം അതിജീവിച്ച് അതല്ലെങ്കിൽ അസ്വസ്ഥതകളെ സഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. All of them are അതെ, സെൽഫ് റിലയൻറ്റ്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഡോക്ടർ കാണുന്ന പേഷ്യൻസിനോട് ഡോക്ടർ എന്താ പറയാറുള്ളത്? ഏതിന്റെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ഡോക്ടർ എങ്ങനെ അഡ്വൈസ് ചെയ്താൽ വിടാറുള്ളത്? ജസ്റ്റ് ടു ബി ഇപ്പോ ഞാൻ പ്രധാനമായിട്ടും പറയാറുള്ളത്, അവര് തമ്മിലുള്ള ഇപ്പോ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തും. 100%. ഇപ്പൊ ഞാൻ ശരിയാണ് എന്നെല്ലാവർക്കും തോന്നും, എൻ്റെ രീതികൾ എനിക്ക് മനസ്സിലാവും. അതേസമയം എല്ലാ ദമ്പതിമാരും വിപരീത രീതികളുള്ളവരാണ്, ഒരേ രീതിയുള്ള ഒരു ദമ്പതിമാരാകാറില്ല. അത് ഫിസിക്സിൽ അട്രാക്ഷൻ എന്ന് പറയാം. ഇപ്പോ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഓരോ വ്യക്തിത്വമുള്ളവർക്ക് അവരുടെ പ്ലസ് പോയിന്റും അറിയാം, മൈനസ് പോയിന്റും അറിയാം.
അല്ലേ? എനിക്ക് എൻ്റെ സ്ട്രെങ്ത് അറിയാം, എൻ്റെ വീക്ക്നെസ് അറിയാം. ഞാൻ ഈ കാര്യങ്ങളിൽ എനിക്ക് കഴിവുണ്ട്, മറ്റു കാര്യങ്ങളിൽ എനിക്ക് കഴിവില്ല. ഞാൻ അല്ലേ, ഇത് എനിക്ക് പറ്റും, ചില കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല. അതിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി ആയിട്ട് പലർക്കും അറിയാം. അതെൻ്റെ ഒരു പോരായ്മയാണ്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ഒരു പോരായ്മയാണ്. അത് വേറൊരാളോട് സംസാരിച്ചു വരുമ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റേയാൾക്ക് പറ്റുന്നു എന്ന് കാണുമ്പോൾ ഒരു ആരാധന ഉണ്ടാവും, അല്ലേ? അത് കൊള്ളാമല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതേസമയം വേറൊരാളോട് സംസാരിച്ചു നോക്കി എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ അവിടെയും പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അയ്യേ അത് കൊള്ളത്തില്ല. മനസ്സിലായോ? അപ്പം എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ അപ്പുറത്ത് പറ്റുന്നു എന്ന് കാണുമ്പം അട്രാക്ഷൻ വരും. ഇതാണ് കല്യാണത്തിന് മുമ്പ് സംഭവിക്കുക. ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന് മുമ്പ് സംഭവിക്കുന്നത് ഇതാണ്, അല്ലേ? എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ അവിടെ പറ്റുന്നു, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അതാണ്. കല്യാണം കഴിഞ്ഞ് സ്വാതന്ത്ര്യമായി കഴിയുമ്പോഴോ എനിക്ക് പറ്റുന്നത് അവിടെ പറ്റുന്നില്ല എന്ന് കണ്ടു, അല്ലേ? നേരെ ഓപ്പോസിറ്റ്. എനിക്ക് പറ്റുന്നത് അവിടെ പറ്റുന്നില്ല എന്ന് കണ്ടു തുടങ്ങുമ്പോഴാണ് കുറ്റപ്പെടുത്തലും തിരുത്തലിനും പോകുന്നത്. അപ്പോഴാണ് വഴക്ക് തുടങ്ങുന്നത്, അല്ലേ? അതേസമയം രണ്ടുപേരും വ്യത്യസ്ത രീതിയുള്ളവരാണ്. ഒരാൾക്ക് പറ്റുന്നത് മറ്റേയാൾക്ക് പറ്റത്തില്ല. അതാണ് പ്രകൃതി. അതുകൊണ്ടല്ലേ ഇപ്പൊ എന്തുകൊണ്ട് പ്രകൃതി ഈ രണ്ട് ഓപ്പോസിറ്റ് നേച്ചർ ഉള്ളവരെ കല്യാണം കഴിക്കുന്ന ഒരു പ്രക്രിയ പ്രകൃതി കൊണ്ടുവന്നിട്ട് പിന്നെ എന്താ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കുന്നത് അത് പ്രകൃതി അല്ലല്ലോ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കുന്നത്, അത് മനുഷ്യരല്ലേ. ഇപ്പം പ്രകൃതി എന്തിനുകൊണ്ട് ഇപ്പൊ എല്ലാവരും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു ഓപ്പോസിറ്റ് നേച്ചർ ഉള്ളവർ വിവാഹം കഴിക്കുന്നു. ഒരാൾക്ക് പറ്റാത്തത് മറ്റേയാൾക്ക് പറ്റുന്നു. അത് കോംപ്ലിമെന്റ് അല്ലേ? അതെ. ഇപ്പം ഒരാൾക്ക് രണ്ടുപേരും വ്യത്യസ്തമായ, ഒരാളുടെ സ്ട്രെങ്ത് മറ്റേയാളുടെ വീക്ക്നെസ് ആണ്, മറ്റേയാളുടെ സ്ട്രെങ്ത് ഇയാളുടെ വീക്ക്നെസ് ആണ്. അപ്പം ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റേയാൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ബാലൻസ് ഉണ്ട്, അല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുമ്പോൾ അത് ടീം എഫേർട്ട് ആവുന്നു, ബാലൻസ് ഉണ്ട്. അതേസമയം രണ്ടുപേരും ഒരേ നേച്ചറുള്ളവരാണെങ്കിൽ രണ്ടുപേരും കഴിവുകളല്ല ഒരുപോലെ, പക്ഷെ കഴിവ് കേടുകളും ഒരുപോലെ, അപ്പൊ അവിടെ ഒരു ബാലൻസ് ഇല്ല. പക്ഷെ ഡോക്ടർ അത് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡൈവേഴ്സ് റേറ്റ് കുറയ്ക്കാനോ ഡോക്ടർ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് അവർക്ക്, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക്, ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ? ഒരു എക്സാമ്പിൾ ഡോക്ടർ പറയൂ പറ്റുവാണെങ്കിൽ. ഇപ്പൊ ഇത് തന്നെ ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ട് എൻ്റെ ഒരു സ്വഭാവ നേച്ചറുണ്ട്, അല്ലേ? അപ്പം ഞാൻ വിവാഹം കഴിക്കുന്നയാൾക്ക് അതിന് നേരെ വിപരീത നേച്ചർ ആയിരിക്കും ഉള്ളത്. അങ്ങനെയാണോ ഡോക്ടർ? എല്ലാവരും? തീർച്ചയായിട്ടും ആരെ വേണമെങ്കിൽ നോക്കിക്കോ, ഒരേ നേച്ചർ ഉള്ളവരല്ല കല്യാണം കഴിക്കുന്നത്, ഓപ്പോസിറ്റ് നേച്ചർ. അതല്ലേ ഞാൻ മെക്കാനിസമാണ് ഞാൻ ഈ പറഞ്ഞത്. അവർ വേർപെടുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്നുള്ളത്, വേർപെടുന്നു എന്തുകൊണ്ട്? ഇപ്പോ ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവ രീതി മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ നേരെ വിപരീത സ്വഭാവ രീതിയാണ് മറ്റേ ആൾക്ക്. അപ്പൊ എനിക്ക് എൻ്റെ കഴിവുകളും എനിക്ക് എൻ്റെ കാര്യങ്ങളും അറിയാം. എൻ്റെ നോട്ടത്തിൽ അതാണ് ശരി, ഇങ്ങനെയാണ് വേണ്ടത്, അല്ലേ? അപ്പം ഒരു മിനിറ്റ്, എനിക്ക് എൻ്റെ നേച്ചർ അറിയാം, എൻ്റെ സ്വഭാവ രീതി അറിയാം, ഇതിങ്ങനെയാണ് വേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അപ്പൊ അതിന്റെ നേരെ വിപരീത രീതിയുള്ള ആളാണ് മറ്റേ ആളെങ്കിൽ ആളുടെ രീതികൾ തെറ്റല്ലേ? മനസ്സിലായോ? എൻ്റെ രീതികൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രീതികൾക്ക് വിപരീത രീതിയുള്ള ആളാണ് മറ്റേ ആള്. അപ്പൊ എൻ്റെ രീതി ശരിയാണെങ്കിൽ മറ്റേ ആളുടെ തെറ്റാവണ്ടേ? അത് നേരെ വിപരീത രീതിയുള്ള ആള് തെറ്റാവണം. അതേസമയം ആ ആളുടെ രീതിയുണ്ട്, വ്യത്യസ്തമായ രീതിയുണ്ട്. എൻ്റെ രീതി ശരിയാണെന്ന് പോലെ തന്നെ അദ്ദേഹത്തിന്റെ രീതിയും വേറൊരു വ്യത്യസ്തമായ രീതി മാത്രം. ഇതിൻ്റെ അകത്ത് ശരി തെറ്റില്ല. ഒരാളുടെ കാഴ്ചപ്പാടും മറ്റേ ആളുടെ കാഴ്ചപ്പാടും, ഇത് കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം മാത്രമാണ്, അല്ലേ? എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ശരി തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റാവാം, ആളുടെ ശരി എൻ്റെ തെറ്റാവാം. അപ്പൊ ശരിക്കും ഒരു ശരി തെറ്റുണ്ടോ ഇവിടെ? വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ്സ്. That's all. There's no absolute right or wrong. It's only difference in perspectives. അതുകൊണ്ട് ഇപ്പം തർക്കങ്ങൾ പരസ്പരം ഉണ്ടാകുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മത്സരിക്കുന്നു. അവരവരെ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമോ അതിന്? ഇല്ല. അതേസമയം മറ്റേയാൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ആ ആളെ ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അത് വ്യത്യസ്തമായ ഒരു രീതിയാണെന്ന് ഞാനങ്ങ് സ്വീകരിച്ചാലോ, ഞാൻ തിരുത്താൻ പോകത്തില്ല, അല്ലേ?
ആ ആളെ തിരുത്തി വേറൊരു രീതിയിൽ ഞാനാണ് ശരിയെന്ന് സ്ഥാപിച്ച് മറ്റേ ആളാണ് തെറ്റെന്ന് സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ല. കോമ്പറ്റീഷൻ മുതലാവില്ല. അതെ, രണ്ടുപേരും അവരവരുടെ രീതിയിൽ ശരിയാണ്. അത് വ്യത്യസ്തമായൊരു സ്വഭാവ രീതി, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ സ്വഭാവ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതി ആകുമ്പോൾ ഞാൻ ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ അത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട, അത് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതി, അത്രേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാതെ അത് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതിയായിട്ട് ഞാൻ സ്വീകരിച്ചാൽ അവിടെ പ്രശ്നം തീർന്നു. അതെ, എന്നിട്ട് എന്റെ സ്വഭാവ രീതി മറ്റേ ആൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ. ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിൽ കൂടുതലുണ്ട്. പക്ഷേ പണ്ട് ഈ ഡൈവേഴ്സിനോട് ഇച്ചിരി സ്റ്റിഗ്മ, നമ്മൾ മെന്റൽ സ്റ്റിഗ്മ പറയുന്ന പോലെ ഡൈവേഴ്സ് എന്ന് പറയുന്നൊരു സ്റ്റിഗ്മ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ സിറ്റുവേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ വിപരീതമായിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനൊരു സമൂഹത്തിന് ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ്, ഒരു 2 ലൈൻ അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പം ഈ ഡൈവോഴ്സ് റേറ്റ്സ് കൂടുതലാണ് എന്നുള്ളത് പണ്ടായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെസ് ഉണ്ടായാലും അല്ലേ അഡ്ജസ്റ്റ് ചെയ്തു. നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ജീവിതത്തിൽ സന്തോഷമുണ്ടോ? അല്ല, ഡൈവോഴ്സിന് പ്രേരിപ്പിക്കുകയല്ല ഞാൻ പറയുന്നത്. തമ്മിൽ മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കി ആ തമ്മിലുള്ള ഇൻഡിഫറൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. അതിലൂടെയാണ് ഹാപ്പിനെസ് ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങനെയാണ്, അതങ്ങനെ സ്വീകരിച്ചാലേ പറ്റുമോ എന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കേണ്ടത് എന്നുള്ളതല്ല, അക്സെപ്റ്റ് ചെയ്യുക അല്ലേ? മറ്റേ ആള് വ്യത്യസ്തമാണ്, ആളായിക്കോട്ടെ, അതിന് ആ ആൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആ ആള് അതിലൂടെ നമുക്ക് സന്തോഷം കിട്ടും. അത് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോഴല്ലേ സന്തോഷം പോകുന്നത്. അപ്പൊ ആ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റേ ആളെ തിരുത്തി വേറെ ഒന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാവർക്കും അവരവരായിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് അല്ലേ? എല്ലാവരെയും അവരവരായിട്ട് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റി ഞാനാണോ ശരി നിങ്ങളാണോ ശരി എന്ന് സ്ഥാപിക്കാൻ പോകണം? ഇല്ല അല്ലേ? അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്തല്ലേ ഈ വഴക്ക് വരുന്നത്. അപ്പോഴല്ലേ ഡൈവോഴ്സിലേക്ക് പോകുന്നത്. അത് സ്ഥാപിക്കാൻ നോക്കണ്ട. 2 വ്യത്യസ്തമായ രീതികൾ, ആരാണ് ശരി ആരാണ് തെറ്റെന്ന് സ്ഥാപിക്കാൻ നോക്കണോ? അവിടെ അതിൻ്റെ ആവശ്യമില്ല അല്ലേ? അവരവരുടെ രീതിയായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളെയും ബഹുമാനിച്ച്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബഹുമാനമാണ് അല്ലേ? അപ്പൊ അതേസമയം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്റിമസി വന്നു കഴിഞ്ഞാൽ ബഹുമാനം വേണ്ട, മറ്റേ ആളെ തിരുത്തി വേറൊന്നാക്കാനുള്ള ശ്രമിക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ ആളെ ആ ഒരു വ്യത്യസ്തമായ രീതിയായിട്ട് ഞാനങ്ങ് സ്വീകരിച്ച് അത് ബഹുമാനിച്ച് സ്വീകരിച്ചാൽ. ഇത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യണതിന് പകരം ജസ്റ്റ് ഒരു വേർഡ് തീർക്കാന്നേ ഉള്ളൂ, ബഹുമാനം. തീർച്ചയായിട്ടും ബഹുമാനം, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ബഹുമാനം കൊടുത്തുള്ള ജീവിതം. ഈ ഇന്റിമസി ഉണ്ടെങ്കിൽ റെസ്പെക്ട് വേണ്ട എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അല്ലേ? അടുപ്പമുണ്ട് എങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആകാം, റെസ്പെക്ട് വേണ്ട. ഡെഫിനറ്റ്ലി ദാറ്റ്സ് റോങ്. എത്ര അടുപ്പമുണ്ടെങ്കിലും മറ്റേയാളെ ബഹുമാനത്തിൽ കാണാൻ പറ്റിയാൽ അല്ലേ? ഇപ്പൊ പുറത്ത് നമുക്ക് സമൂഹത്തിലുള്ള ഒരാളോട് കാണിക്കുന്ന റെസ്പെക്ട് നമ്മുടെ കുടുംബത്തിലായിക്കൂടി. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെ ഏറ്റവും അടുപ്പമുള്ള ഭാര്യയോടോ ഭർത്താവിനോടോ നമുക്ക് ബഹുമാനത്തിൽ പെരുമാറാം അല്ലേ? അല്ല പുറത്ത് അതുകൊണ്ട് ബഹുമാനത്തോടെ പെരുമാറുന്നു, അകത്തതില്ല, അതിൻ്റെ ആവശ്യമില്ല അല്ലേ? അത് ആ ബഹുമാനം മാറ്റി വെച്ചിട്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് പെരുമാറേണ്ട ഒരു ആവശ്യം ഉണ്ടോ? ഈ എക്സ്പെക്ടൻസിയുടെ കേസ് പറയുമ്പോഴത്തേക്കും ഈ രണ്ടുപേരും മ്യൂച്വലായിട്ട് യോജിച്ച് ചെയ്യുക എല്ലാം. ഇപ്പോൾ ഭാര്യ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടെ കുക്ക് ചെയ്യണം, അല്ലെ ഭർത്താവ് ബുള്ളറ്റ് ഓടിക്കുകയാണെങ്കിൽ ഭാര്യ ഓടിക്കണം, അങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത്. അത് നല്ലതാണ്, തീർച്ചയായും നല്ലതാണ്. അതൊരു ടീം വർക്ക് എന്ന് പറയാം. ടീം വർക്ക് എന്ന് പറയാം. ഇപ്പം ഒരു ബാഡ്മിന്റൺ ഗെയിം നെറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്ന് പരസ്പരം കളിക്കുവാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കണോ ഒരാൾ തോക്കണം അല്ലേ? ഇപ്പൊ തമ്മില് വഴക്കിടുക എന്ന് പറയുന്നത് അതാണ് അല്ലേ? നെറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കളിക്കുന്നത്. അതേസമയം ഓരോരുത്തർക്ക് അവരവരുടേതായ സ്വഭാവ രീതിയുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഒരു ടീമായിട്ട് നിന്നാൽ ഒരു നെറ്റിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു ടീമായിട്ട് കളിക്കാം.
ആ ടീമായിട്ട് കളിക്കുമ്പം ചിലപ്പോൾ ഒരാൾക്ക് സ്മാഷ് അടിക്കാൻ അറിയായിരിക്കും, ഒരാൾക്ക് ഡ്രോപ്പ് ഇടാനായിരിക്കും അറിയാവുന്നത്. ഇപ്പം മറ്റേ ആൾ അയ്യേ സ്മാഷ് അടിക്കാൻ അറിഞ്ഞൂടെ എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം സാരമില്ല ഞാൻ അടിച്ചോളാം, മറ്റേ ആൾ ഡ്രോപ്പ് ഇടാൻ അറിയാവുന്ന ആൾ അയ്യേ ഡ്രോപ്പ് ഇടാൻ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞാൻ ഇട്ടോളാം. അപ്പോൾ ആണ് ടീം വർക്ക് വരുന്നത്. ആ ടീം വർക്ക് വരുമ്പോഴാണ് കളി ജയിക്കുന്നത്. രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് ജയിക്കാൻ പറ്റും അല്ലേ? അതേസമയം പരസ്പരം നെറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പരസ്പരം മത്സരിച്ച് കളിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചെങ്കിൽ ഒരാൾ തോക്കൂല്ലേ? ഡോക്ടർ എന്തായാലും ഈ ഒരു കേസിൽ ഭയങ്കര സംഭവം റിലേഷൻഷിപ്പ് കൺസൾട്ടിങ് വളരെ വളരെ നല്ല രീതിയിലാണ് ഡോക്ടർ അത് പറഞ്ഞതും എക്സ്പ്ലെയിൻ ചെയ്തതും. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ റാപ്പ് ചെയ്യാം. ഓക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നന്ദി. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. Pursue Happiness with Dr. ശ്രീജിത്ത് എം ചെറുവിളാകം. താങ്ക് യു.